ഡൽഹിയിലെ CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അപമാനിച്ചു എന്നുള്ള കേസിൽ TG മോഹൻദാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി. അപ്പോൾ ഈ അറസ്റ്റിലായ സമയത്ത് സൈബർ അടുത്ത്, അതായത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നു. അതായത് ഇത് പിണറായി വിജയൻ്റെ പോലീസല്ല, ഇത് ചെന്നിത്തലയുടെ പോലീസാണ്, ചങ്കൂറ്റം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു പ്രചരണം നടന്നു. പക്ഷേ ഈ വരുന്ന പ്രചരണങ്ങൾ, വരുന്ന പോസ്റ്റുകൾ കണ്ടാൽ നമുക്ക് ഈ പോസ്റ്റുകൾ അടിയിൽ വേറെയും കമൻസുകളുണ്ട്. അതായത് ഈ സർക്കാരിന് കുറേ വീഴ്ചകളുണ്ടല്ലോ, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ 3 മാസത്തിനിടയിൽ കുറേ വീഴ്ചകൾ സംഭവിച്ചു. ഈ വീഴ്ചകളെ ഈ വീഴ്ചകൾ സംഭവിച്ചതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിച്ച ഒരു നാടകമായിട്ടും നമുക്കിതിനെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. ഈ കേസിനെ, TG മോഹൻദാസിൻ്റെ അറസ്റ്റിനെ. ഇപ്പം TG ജാമ്യത്തിലിറങ്ങി. അപ്പം അതിലും പോലീസിനെതിരെ വലിയ വിമർശനം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ് ശരിക്കും സംഭവം? ഇതില് നമ്മൾ നോക്കിയോ, ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ കോമാളികളെ ആക്കുകയാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഇതിനെ നമുക്ക് കൂട്ടി വായിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഡോക്ടർ റാം, എനിക്ക് തോന്നുന്നു, മറ്റേ ജിതിൻ എന്ന് പറയുന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ജിതിൻ എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്, ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കോടതി പോലീസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുക, ഇതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രതിയെ കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു, കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ പോലീസിന്റെ വീഴ്ച അവിടെ സംഭവിച്ചു. TG മോഹൻദാസിനെ പോലെ ഒരാൾ കഴിഞ്ഞ ദിവസം നടത്തിയ 11 ദിവസം വേണ്ടി വന്നു. പറയുന്ന 29-ാം തീയതിയാണ് അത്തരത്തിൽ ഒരു വിമർശനം ഈ TG മോഹൻദാസ് ഉന്നയിക്കുന്നത്. അങ്ങനെ അത്രയും മോശപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം TG മോഹൻദാസ് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇത്ര വൈകിയത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ആലോചിച്ച് നോക്കുന്നത്. കാര്യം ദിവസം എത്ര കഴിഞ്ഞു? ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും TG അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മട്ടാഞ്ചേരിയിൽ ഒളിവിൽ പോയിട്ടില്ല. അത് TG മോഹൻദാസിന് പാർക്കിൻസൺസ് ഉണ്ട്, വേറെ സോറിയാസിസ് ഉണ്ട്, അങ്ങനെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ളൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം അസുഖങ്ങളുണ്ട് എന്ന് തന്നെ പുള്ളി കോടതി ബോധ്യപ്പെടുത്തി. അപ്പോൾ അങ്ങനെയുള്ള TG മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം വീട് വിട്ട് ഒളിവിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, വീട്ടിൽ തന്നെയുള്ള ഒരാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? FIR ഇട്ടു. പരാതി 1-2 അല്ല, വനിതാ സംഘടനകളുടെ പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ AYF പോലുള്ള സംഘടനകളിൽ നിന്നുള്ള പരാതിയുണ്ട്. ഇത്രയും പരാതി ഉണ്ടായിരുന്നിട്ട് കൂടി അറസ്റ്റ് വൈകിയത് എന്തുകൊണ്ട്? ഇത്രയും 11 ദിവസം കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അപ്പം അതിനകത്ത് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം, കഴിഞ്ഞ ദിവസം അർജുനായങ്കി എന്ന് പറയുന്ന ഒരു ഗുണ്ടയെന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാൾ അറസ്റ്റിലായി. അർജുനായങ്കി അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ അർജുനായങ്കിയുടെ കയ്യിലിരിക്കുന്ന പത്രം ഏതാണെന്ന് ശ്രദ്ധിച്ചിരുന്നു? നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അർജുനായങ്കി വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം ജന്മഭൂമിയാണ്. അതായത് അർജുനായങ്കി വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ വഴി ഇറങ്ങി ഒരു പത്രം വായിക്കണമെന്ന് കരുതി ജന്മഭൂമി തന്നെ മേടിച്ച് അർജുനായങ്കി കൊണ്ടുവച്ച് വായിച്ചതല്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിൻ്റെ സർക്കുലേഷൻ BJPക്കാരുടെ വീടുകളിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അതായത് BJPക്കാർ പോലും അവരുടെ വീടുകളിൽ ജന്മഭൂമി എന്ന് പറയുന്ന പത്രം വരുത്തുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. എന്നിട്ട് കൂടി ആ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ജന്മഭൂമി പത്രം വരുത്തുന്നത്? എത്രയോ പത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയി കിട്ടുന്ന എത്രയോ പത്രങ്ങൾ, ഈ ജന്മഭൂമിയെ കാണുന്നത് BJPയുടെ മുഖപത്രമായിട്ടാണ് കാണുന്നത്. BJPയുടെ മുഖപത്രമായ ആണ്. CPMന്റെ മുഖപത്രമായിട്ട് നമ്മൾ കാണുന്നത് ദേശാഭിമാനിയാണ്. കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം എന്ന് പറയുന്നൊരു പത്രമുണ്ട്. അത് എത്ര പേർക്ക് കോൺഗ്രസ്സുകാർക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്കറിയില്ല. വീക്ഷണമാണ് കോൺഗ്രസിന്റെ മുഖപത്രം. ജനയുഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് CPIയുടെ മുഖപത്രമാണ്. അതെല്ലാം ഈ പറയുന്ന പാർട്ടി തലങ്ങളിലൂടെ കടന്നു പോകുന്ന പത്രങ്ങളാണ്. എന്നിട്ട് എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ജന്മഭൂമി വരിക? സ്വാഭാവികമായിട്ടും TG മോഹൻദാസിന് ലഭിച്ച ജാമ്യത്തെയും അർജുനായങ്കിയുടെ കയ്യിരിക്കുന്ന പത്രത്തെയും നമ്മൾ ഒരേ ആംഗിളിൽ വെറുതെ ഒന്ന് നോക്കി കാണുക. എന്താണ് അവിടെയുള്ള കാര്യം?
അർജുനായങ്കി വായിച്ച പിന്നെ ജന്മഭൂമി പത്രം ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. TG മോഹൻദാസിനെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പം എന്തുകൊണ്ട് സംഭവിച്ചു? ഇതാരാണ് TG മോഹൻദാസ്? TG മോഹൻദാസ് ഒരു പൊതുപ്രവർത്തകനാണ്, വെറും പൊതുപ്രവർത്തകനല്ല, സംഘപരിവാറുകാരനായ RSSന്റെ സൈദ്ധാന്തികൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ TG മോഹൻദാസ്. ഈ TG മോഹൻദാസിനെ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. ജന്മഭൂമി പത്രമുള്ള പോലീസ് സ്റ്റേഷനുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും TG മോഹൻദാസിനെ പോലെ ഒരാൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സത്യത്തിൽ പോലീസിൻ്റെ കടമ കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ഈ വകുപ്പുകൾ ചുമത്തിയില്ല? ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന ഒരു വകുപ്പ് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊരു ബലത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല? കലാപാഹ്വാനം, വെടിവെച്ച് കൊല്ലും കുട്ടികളെ, അതാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ കയ്യിൽ അധികാരമുണ്ടായിരുന്നു, ഞാനവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും. ഞാനവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്നവർക്കെതിരെ ജാലിയൻ വാലാബാഗ് പോലെ വെടിവെക്കും. എന്നിട്ട് അവർ വെടിയുണ്ട് മരിച്ചവരെയും അംഗഭംഗം വന്നവരെയും എടുത്ത് മാറ്റും. അവിടുത്തെ എത്തുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അതും കൂട്ടബലാത്സംഗം. അതുകൊണ്ട് അവിടെ ആരും ഒരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു അവിടേക്ക് പോകുമ്പോൾ സ്വന്തം കൊച്ചുമക്കളാകാൻ പ്രായമുള്ള പെൺകുട്ടികളെ കുറിച്ച് ഇമാതിരി തോന്നിവാസം പറഞ്ഞു പരത്തിയ ഒരാൾക്ക് കേരളത്തിൽ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്ക പട്ടണം തന്നെ അല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞപ്പം പലരും ഭയങ്കര ആത്മാഭിമാനത്തോടെ പറയുന്നല്ലേ പിണറായി വിജയന്റെ പോലീസ് അല്ല, ഇവിടെ ഞങ്ങളുടെ ചെന്നിത്തലയുടെ പോലീസാണെന്ന്. ഒരു ചുക്കുമില്ല. RV ബാബുവിനെതിരെ ഇമാതിരി പരിപാടി നടത്തിയതിന് കേസെടുത്ത് പിടിച്ചതാണ്. ഈ ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയൻ പോലീസായിരുന്നു. TP സെൻകുമാർ ഇമാതിരി തോന്നിയ ദിവസം പറയാൻ നടന്നപ്പോൾ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതും കേരളത്തിലെ പിണറായി വിജയൻ പോലീസായിരുന്നു. ഇമാതിരി അഹമ്മദി പറഞ്ഞിട്ട് നടന്ന PC ജോർജ് എന്ന് പറയുന്ന ഒരാളെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതും പിണറായി വിജയന്റെ കാലത്താണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇത്രയും അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതിനപ്പുറത്തുണ്ട് അറസ്റ്റ്. ഞാൻ എടുത്തു പറയത്തക്ക വ്യക്തികളായതുകൊണ്ട് പറഞ്ഞത്. ഈ RV ബാബുവാണ് ഈ RV ബാബുവും ശശികലയും കൂടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഒരു നിവേദനം സമർപ്പിക്കാനായിട്ട് ഒരു ദിവസം ചെന്നത്. നമ്മുടെ അലോഷ്യസ് സേവ്യറിന് പോലും പെർമിഷൻ അനുവദിക്കാതിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരൂടെ പോയി കണ്ടിരുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് നടന്നൊരു കാര്യമാണത്. അപ്പം ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. 10-11 ദിവസമായിട്ടും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിയാതെ പോയത്? തീർച്ചയായിട്ടും ഈ ചോദ്യം കോടതിയിൽ നിന്നുണ്ടാവുകയും വേണം, ഒഴിഞ്ഞു പോവുകയും വേണം. കേസിൽ നിന്ന് പുള്ളിക്ക് ഇവിടെ ഊരിപ്പോരേണ്ടി വരും. പിന്നെന്താ? ഇപ്പോൾ ഒന്നേ പറഞ്ഞു പ്രതി നോട്ടീസ് നൽകിയ പ്രതി ഒളിവിൽ പോകും. അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. അതായത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാനിടയുള്ള കേസുകളിൽ നോട്ടീസ് നൽകിയായിരിക്കണം അറസ്റ്റ് എന്നുള്ള വിവരം കോടതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കോടതി നിർദ്ദേശം അനുസരിക്കാതിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി ഇത് ചോദ്യം ചെയ്യുകയില്ലേ. അതിന്റെ ആ ആനുകൂല്യം ആർക്കായിരിക്കും ലഭിക്കുക? പ്രതിയായി പോലീസ് കൊണ്ടു കൊടുക്കുന്ന ആളിന് തന്നെ കിട്ടില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ ഇനിയും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഇനി എത്ര വാഴ്ത്തിപ്പാടി എന്ന് പറഞ്ഞാലും TG മോഹൻദാസിന് ജാമ്യം കിട്ടി എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചു, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്ത എന്ത്, അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഇവരൊക്കെ വിളിക്കുന്ന ചങ്കൂറ്റമുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ എങ്ങനെ പറയും അറസ്റ്റ് ചെയ്യണമെന്ന്? അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ആളിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏതൊരു സംഘപരിവാറുകാരനും എന്തും കാണിക്കാൻ പറ്റുന്ന, ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിച്ചു പോകാൻ പറ്റുന്ന, എന്ത് മതവിദ്വേഷവും ജനാധിപത്യ വിരുദ്ധതയോ പ്രസംഗിക്കാൻ കഴിയുന്ന, ഇന്നാട്ടിലെ സ്ത്രീകൾക്കെതിരായി ഏത് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുന്ന, RSSകാർക്ക് തഴച്ചു വളരാൻ പറ്റുന്ന, സംഘപരിവാറുകാർക്ക് തഴച്ചു വളരാൻ പറ്റുന്ന ഒരു മണ്ണായി ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജിജി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി സൈബർ ആക്രമണം നടത്തിയവരാണ്. സ്വന്തം അച്ഛൻ കടലിൽ പോയി
10-12 ദിവസമായി. 8 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി സ്വാഭാവികമായും ഏതൊരു കുട്ടിയും പ്രതികരിക്കും. ഇപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ജില്ലാ കളക്ടർ തമിഴ്നാട് സർക്കാരിനോട് രാമേശ്വരത്ത് തെരച്ചിൽ നടത്താനുള്ള അനുമതി ചോദിച്ചത്. ഇപ്പോഴാണ്, ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ. ഇതാണോ ഒരു സംവിധാനത്തിൻ്റെ ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയാണോ? അതിന് ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടിയെ എന്ത് ചെയ്തു? വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. ഇതിന്റെ തല കണ്ടതോടുകൂടിയാണ് തന്ത പോയത്. എന്തൊക്കെ ആക്ഷേപവും അധിക്ഷേപവും പറയുന്നത്. എന്തൊക്കെയാണ് ആ പെൺകുട്ടിയുടെ പറയുന്നത്? ആ പെൺകുട്ടി ഒരു അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പിണറായി വിജയൻ വീട്ടിലേക്ക് ചെന്നു, രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് ചെന്നിരുന്നു, രണ്ടുപേരും ചെന്നു. പിണറായി വിജയൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്തിട്ടാണ് ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൽ ആ കുട്ടിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അതുണ്ടായത്. രാജേഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വെച്ച് ചെറുപുഴയെ മറ്റോ വെച്ച് മരിച്ചില്ലേ, അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെ വലിയ അനാദരവോടുകൂടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. തിരുവനന്തപുരത്താണ് ചെറുപ്പക്കാരൻ്റെ വീട്. അവിടെ പിണറായി വിജയൻ അവിടെ സന്ദർശനം നടത്തിയിട്ട് പറഞ്ഞ എന്താണ്, വേറെ എവിടെയെങ്കിലും പിന്നെ കാര്യക്ഷമമായി ഇടപെടണം, ഒരു വീട്, അതോടൊപ്പം തന്നെ പിന്നെ ഭാര്യയ്ക്കൊരു ജോലി. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമായിരുന്നെങ്കിൽ ഉറപ്പായും അവർ ഈ പറയുന്ന 16 കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ അവർ സൈൻ ചെയ്തേനെ. അവരുടെ അറ്റൻഡൻസ് ബുക്കിൽ അവർ പോയി പിന്നെ സൈൻ ചെയ്തേനെ. അതാണ് ഇപ്പം നിലവിൽ ഉള്ള സർക്കാരും, അതായത് നിലവിൽ ഇപ്പോൾ VD സതീശൻ സർക്കാരും ഇതിന് മുമ്പുണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് അതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റം ഫെയിലുവറാണ്. സംഭവം പൊളിഞ്ഞു, അതായത് അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ഇനിയും കാര്യം കഴിവില്ലാത്ത കുറേ മന്ത്രിമാരെയും കൊണ്ട്, കഴിവില്ലാത്ത കുറേ ആൾക്കാരെയും കൊണ്ട്, നിത്യേന എന്തെങ്കിലും കള്ളം വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയെയും കൊണ്ട് എത്ര കാലം ഒരു സംവിധാനം ഓടും? ഏത് സിസ്റ്റമായിരിക്കും പ്രവർത്തിക്കുക? അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് 100 ദിവസമായിട്ടും 100 ദിവസത്തിൻ്റെ ഒരു ഉണർവ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉടനീളം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അക്കൂട്ടത്തിൽ അതിൽ ഏറ്റവും ഫെയിലിയറായി നമുക്ക് പറയാൻ പറ്റുന്ന 2 അറസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ നടന്നു. ആ 2 അറസ്റ്റുകളും ഏറ്റവും വലിയ ഫെയിലിയർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.